സമസ്ത കേരള ജമീയത്തുൽ ഉലമ അടിയന്തര മുശാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരും. സമസ്തയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അടിയന്തര മുശാവറ ലക്ഷ്യം. ഈ വിവരങ്ങളുമായി ജോഷില തന്നെയാണ് ചേരുന്നത്. ജോഷില, ഈ യോഗത്തിലൂടെ ഒരു സമവായ ചർച്ച പ്രതീക്ഷിക്കാമോ? തീർച്ചയായും വർഷ, അല്പസമയത്തിനകം ഏകദേശം 11 മണിയോടുകൂടി മുശാവറ യോഗം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ മുശാവറ യോഗം ചേർന്ന് അതിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ മുശാവറ യോഗം, അടിയന്തര മുശാവറ യോഗം ചേരുമെന്ന് അന്ന് തന്നെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചതാണ്. എന്തായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ യോഗം, അടിയന്തര മുശാവറ യോഗം ഇന്ന് ചേരും. സമസ്തയെ വിഴുങ്ങാനുള്ള ലീഗിന്റെ ശ്രമം, അതിനെ തടയുന്ന ഒരു വിഭാഗം സമസ്തയ്ക്കുള്ളിൽ തന്നെ നിലനിൽക്കുകയും മറ്റൊരു വിഭാഗം സമസ്തയെ പിളർക്കാൻ ശ്രമിക്കുകയും, ലീഗ് അനുകൂലികളായ മറ്റൊരു വിഭാഗം സമസ്തയെ പിളർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സമസ്തയെ സംരക്ഷിക്കുക എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ലീഗ് നേതാക്കൾ, സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് മറ്റൊരു കമ്മിറ്റി കൂടി ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഉമർ ഫൈസി മുക്കമടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പ്രവണതയെ, അതായത് ലീഗ് സുപ്രഭാതം പത്രത്തെയും അതുപോലെ തന്നെ സമസ്തയും കൈപ്പിടിയിലൊതുക്കാനുള്ള ലീഗിന്റെ ശ്രമത്തിനെതിരെ ഉമർ ഫൈസി മുക്കമടക്കമുള്ളവർ നേരത്തെ തന്നെ സമസ്തയ്ക്കുള്ളിൽ നിന്ന് പൊരുതിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ അടക്കം ഉമർ ഫൈസി മുക്കം പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, തങ്ങൾക്കെതിരെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഉമർ ഫൈസി മുക്കത്തെ അടക്കം പുറത്താക്കണമെന്ന് സമസ്തയ്ക്കുള്ളിൽ ലീഗ് അനുകൂലികൾ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിനെ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പുറത്താക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മുശാവറ യോഗത്തിൽ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ സമസ്തയുടെ യോഗത്തിനുള്ളിൽ നടക്കുകയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി എന്ന് മറ്റു മാധ്യമങ്ങളിലൂടെ ലീഗ് അനുകൂലികൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ അടിയന്തര മുശാവറ യോഗത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ പട്ടിക്കാട് നടന്ന ജാമിയ നൂരിയ സമ്മേളനത്തിൽ, സന്നദ്ധാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസംഗിച്ചപ്പോൾ സമസ്തയെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിയറ വെക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് പല പണ്ഡിതന്മാരും, മഹാപണ്ഡിതന്മാരും ഈ സമ്മേളനത്തിൽ, ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള കാര്യവും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ലീഗിനെ എതിർക്കുന്ന, സമസ്തയ്ക്കുള്ളിലെ ലീഗിനെ എതിർക്കുന്ന പല പണ്ഡിതന്മാരെയും പുറത്താക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ജാമിയ നൂരിയ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത് സാദിഖലി ശിഹാബ് തങ്ങളാണ്. സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പലരെയും പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. അതടക്കം ഇന്നത്തെ അടിയന്തര മുശാവറ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സമസ്തയെ പിളർക്കാനുള്ള ലീഗിന്റെ ശ്രമത്തിനെതിരെ കൃത്യമായും ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇന്നത്തെ മുശാവറ യോഗത്തിന് സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വർഷ. ശരി ജോഷില, സമസ്ത ലീഗ് പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് ഇന്നത്തെ മുശാവറ യോഗം ചേരുന്നത് എന്നുള്ളതാണ് വിവരങ്ങളാണ് ജോഷില നൽകിയത്.